ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മളുടെ ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂയിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ടൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലേക്ക് അതിനെ ആഡ് ചെയ്യുന്നത്. ചാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ വരാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെ വന്നാൽ തന്നെ അതിനെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ടൂളൊക്കെ ഞാൻ എനേബിൾ ചെയ്തിട്ടേക്കുവാണ്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വൺസ് ടൂൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ടൂൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ടൂള് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ടൂള് ലൈഫ് ടൈം ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ഐ ഡിയിലേക്ക് ലൈഫ് ടൈം ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനകത്ത് നോ എക്സ്പയറേഷൻ സെലക്ട് ചെയ്തിട്ടാണ് അപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ നിന്നും പോകത്തില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് വിത്ത് മീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതും ലൈഫ് ടൈം തന്നെയാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വെബ്സൈറ്റിൽ കയറി നോക്കുക, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ, അത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് വാട്സപ്പിലും ഇമെയിലിലും ഒരു മെസ്സേജ് വരും, ടൂള് ഗ്രാൻറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസും കാണും. ഓക്കെ, വൺസ് ആ ഒരു ഗ്രാൻറ്റഡ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ ഒന്ന് റീഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലോഗൗട്ട് ചെയ്തിട്ട് അഗെയിൻ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൻ്റെ സെറ്റിങ്സ് ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരിക, ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും, കണ്ടില്ലേ? ഇത് തന്നെ നിങ്ങൾക്ക് മൊബൈലിലും അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടു, ഇവിടുത്തെ ഇൻവേർട്ട് സ്കെയിലാണ് കിടക്കുന്നതെങ്കിൽ അതിനേക്കൊന്ന് മാറ്റിയിട്ടേക്കുക. ഇപ്പം ഈ കാണിക്കുന്ന ഈ 3 ടിക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ഓപ്ഷൻ കണ്ടോ, ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക, സിമ്പലിൽ വരിക. സിമ്പലിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഈ ബോർഡർ ഉണ്ടല്ലോ, ഇതിങ്ങനെ ആയിരിക്കും നോർമലി കിടക്കുന്നത്. ഈ ബോർഡറിനെ അൺചെക്ക് ചെയ്യുക. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കളർ ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കളർ ക്യാൻഡിൽസിനകത്ത് ഇപ്പോൾ യെല്ലോ ക്യാൻഡിൽ വരുമ്പം അതിന് ഈ ഗ്രീനും റെഡും ബോർഡർ വന്നു കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും. ഓക്കെ, അപ്പം അതിനെ അൺചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ താഴെ സ്റ്റാറ്റസ് ലൈനിൽ വരിക. സ്റ്റാറ്റസ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇത് കണ്ടോ, ഇൻപുട്ട് ഓപ്ഷൻ ആൻഡ് വാല്യൂ, ഇത് രണ്ടും അൺചെക്ക് ചെയ്യുക. ഇത് നോർമലി നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മുകളിൽ ഒത്തിരി ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കും അല്ലേ? ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഡാഷ്ബോർഡിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ മൊബൈലിൽ ഇടുമ്പോൾ നമുക്കിത് ഡിസ്റ്റർബ് ആയിട്ട് തോന്നും. സോ ഈ ഇൻപുട്ടും ഈ വാല്യൂവും ഇത് രണ്ടും അൺചെക്ക് ചെയ്യുക. ദെൻ ഇവിടുത്തെ ഉണ്ട് ഈ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സേവ് ആസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു പേര് കൊടുത്തതിനെ സേവ് ചെയ്തേക്കുക. ഓക്കെ, എന്നിട്ട് അപ്ലൈ ഓൾ കൊടുത്തേക്കും ഇവിടെ. അപ്പം എത്ര ചാർട്ടിലാണ് നിങ്ങളിത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ചാർട്ടിലും ഇത് പോയിക്കോളും. ഓക്കെ, ആ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ടെംപ്ലേറ്റ് ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഇൻഡിക്കേറ്റർ സെഷനിൽ വരിക. ഇതുണ്ടോ, മൊബൈലിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ മാത്രമേ അവിടെ കാണിക്കത്തുള്ളൂ, ഇൻഡിക്കേറ്റർ എന്ന് എഴുതി കാണിക്കത്തില്ല. സോ ഇൻഡിക്കേറ്റർ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, ഒരു ലോക്ക് സിമ്പിളും കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നോർമലി നിങ്ങൾ ആദ്യം ട്രേഡിംഗ് വ്യൂ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിക്കത്തില്ല. ഇത് വൺസ് ഇവിടെ നിന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഇൻവൈറ്റ് ഓൺലി സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ആ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇൻവൈറ്റ് ഓൺലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൂൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും. ആ ടൂളിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേവറേറ്റ് ചെയ്യുക. ഫേവറേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ സ്റ്റാർ സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ് ആവും. പിന്നെ നമുക്ക് ഇൻവൈറ്റ് ഓൺലിയിൽ പോയി നോക്കേണ്ട കാര്യം വരത്തില്ല, ഈ മുകളിൽ കണ്ടോ ഫേവറേറ്റിൽ വന്ന് കിടന്നോളും. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൂളിൻ്റെ ഈ ബോഡി ഉണ്ടല്ലോ, ഈ എഴുതിയിരിക്കുന്ന ഇതിന് മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യണം, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ഫ്രീ പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 2 ഇൻഡിക്കേറ്റർ ഉള്ള ഒരു ചാർട്ടിൽ യൂസ് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോർമലി 2 ഇൻഡിക്കേറ്റർ ഉള്ളൂ, അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ പ്ലാനിലും
നമ്മളുടെ ടൂള് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങളുടെ ചാർട്ടിൽ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണെങ്കിൽ, കോമൺലി ഇവിടെ ഒരു വോളിയം ഇൻഡിക്കേറ്റർ എപ്പോഴും കാണും. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ആദ്യം റിമൂവ് ചെയ്ത് കളയുക. കാരണം കുറേ ആൾക്കാർ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാറുണ്ട്. അതായത് അവർ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പം ഇൻഡിക്കേറ്റർ വേറൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പെയ്ഡ് വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാം. സോ അതിനകത്തൊരു വിഷയം വരുന്നില്ല. ഓക്കെ, അതായത് ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് പെയ്ഡ് ആണെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാൻ പെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക്, അതുപോലെ തന്നെ വേറെയും കുറേ അധികം ഫെസിലിറ്റീസ് ട്രേഡിംഗ് വ്യൂ പെയ്ഡ് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾ ഇവിടെ വന്ന് ഇൻവൈറ്റ് ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇത് രണ്ടും ക്ലിക്ക് ചെയ്ത് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് എന്താണ്, റീസെറ്റ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ സെറ്റിങ്സ് ഒന്നും ഇതിനകത്ത് ഓപ്പൺ അല്ല. അതായത് ഡിഫോൾട്ടായിട്ട് ഒരു സെറ്റിങ്സ് ഓപ്പൺ അല്ല. ഈ ഒരു ഡാഷ്ബോർഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ 1 by 1 ആയിട്ട് ഓരോ സെറ്റിങ്സ് ഓൺ ആക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രണ്ട് ടൂളും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രണ്ട് ടൂളിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഈ കാണുന്ന വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഡിഫെൻസീവ് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയേക്കാം. നമുക്ക് അഗ്രസീവ് ഇട്ട് തന്നെ ചെയ്താൽ മതി നോർമലി. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ടൂളിൻ്റെ സെറ്റിങ്സിലേക്ക് കിടക്കുന്നില്ല കേട്ടോ. ഞാൻ ട്രേഡിംഗ് വ്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ടൂൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സെറ്റിങ്സിൻ്റെ വീഡിയോസ് വേറെ അവൈലബിൾ ആണ്. മാത്രമല്ല 1-2 വീഡിയോ വരാനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് എങ്ങനെയാണ് ടൂൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇൻ കേസ് ടൂൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റഡി എറർ എന്ന് പറയുന്ന ഒരു എറർ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ടൂളിനെ റിമൂവ് ചെയ്യുക, വീണ്ടും റീഫ്രഷ് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ, എന്നിട്ട് ഒന്നുകൂടെ ലോഗിൻ ലോഗൗട്ട് ചെയ്തിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് ടീമിന് ഡയറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുക, അവരത് ചെയ്തു തന്നോളും. ഓക്കെ, പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നൊരു എററാണ്, നിങ്ങളിത് ടൂൾ ഇട്ടു, ടൂളിൻ്റെ സെറ്റിങ്സ് ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ടൂൾ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് കുറേ സ്ക്രീൻഷോട്ട് അങ്ങനെ അയച്ചിട്ടുണ്ട്. ഓൺ ആക്കുമ്പോൾ നോർമലി കാണും, അല്ലാത്തപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. അതിനകത്ത് വേറൊന്നും ചെയ്യേണ്ട. ഇതുണ്ട്, ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഈ ഒരു പാനൽ കണ്ടോ, അതായത് നമ്മളുടെ പ്രൈസ് ബാർ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വലുതായി വരുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ടൂളിനെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതുണ്ട്, ഈ റൈറ്റ് സൈഡിൽ കണ്ടോ കുറേ വാല്യൂസ് വന്നിരിക്കുന്നുണ്ടോ. ഇതെല്ലാം ടൂളിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ വാല്യൂസാണ് വെളിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒറിജിനലി ഇപ്പോൾ എവിടെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നതെന്ന് കാണാമെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഇത് കണ്ടോ, ടൂളിൻ്റെ സെറ്റിങ്സിൽ വരിക, സ്റ്റൈലിൽ വരിക, ഈ ലാസ്റ്റത്തെ 2 ഓപ്ഷനും എടുത്ത് കളയുക, അവിടെ സേവ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് പോയി. ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ഏത് ചാർട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ മാത്രമാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ മുകളിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തത് സേവ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിക്കത്തില്ല. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ ചെയ്യേണ്ടവർക്ക് താഴെ അതിനൊരു സെറ്റിങ്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ പോയിട്ട് അവിടെ സേവ് കൊടുക്കണം കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്തേക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് സെറ്റിങ്സും ബാക്കി കാര്യങ്ങളെല്ലാം വേറെ വീഡിയോയിലാണ് പറയുന്നത്. ഇപ്പം ജസ്റ്റ് ടൂൾ ആഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി ട്രേഡിംഗ് വ്യൂവിൻ്റെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. കാരണം ഇത് നമുക്ക് ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പെന്നിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, അത് കണ്ടോ അവൈലബിൾ ആണ്. കണ്ടോ ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുവാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ആവും. ഓക്കെ, അപ്പം എനിക്ക് തന്നെ എന്തെങ്കിലും നിങ്ങൾ ഈ ചാർട്ടിനെ കുറിച്ച് ഇങ്ങോട്ട് ഏതെങ്കിലും സ്പോട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് എഴുതി അയക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ
ഈ ഒരു പെൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇതുണ്ട്, ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ. നമ്മളിപ്പോൾ ബൈ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അതുപോലെ തന്നെ ടാർഗറ്റ്, എൻട്രി പോയിന്റ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും കണ്ടോ, ലോങ് പൊസിഷൻ. അതുപോലെ തന്നെ സെയിം ഷോർട്ട് പൊസിഷനും വരുന്നുണ്ട്. എവിടെയാണോ എൻട്രി വരുന്നത് അതനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. നമ്മളുടെ ടൂളിനകത്തും ഇതെല്ലാം സെയിം ആയിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് മാനുവലി എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം എല്ലായ്പ്പോഴും എല്ലാവരും ഓട്ടോ പൈലറ്റ് മോഡ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കത്തില്ല ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇവിടെ എഴുതിയിടണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ സാധിക്കും. സോ ആ ടെക്സ്റ്റിൻ്റെ ആ ഒരു ബട്ടണും ആഡ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതുണ്ട്, ഈ പ്രൈസ് റേഞ്ച് അളക്കുന്ന ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ, പ്രൈസ് റേഞ്ചും ഡേറ്റ് റേഞ്ചും. അതായത് ഇപ്പം പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോൾ പ്രൈസ് റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയി, അപ്പോൾ ഇവിടെ നിന്ന് എക്സാക്ട്ലി എത്ര പോയിന്റ് പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ക്യാൻഡിലാന്ന് ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞു തരും കണ്ടോ. 24 ബാർ എത്രയാണ് വോളിയം, അതുപോലെ തന്നെ എത്ര മണിക്കൂർ കൊണ്ടാണ് ഇവിടം വരെയുള്ള മൂവ്മെൻറ്റ് നടന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ലൈൻ, വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും കൂടി നിങ്ങൾ എടുത്തു വച്ചേക്കുക. വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്, കണ്ടില്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിലേക്ക് ഫേവറേറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ നമ്മൾ ഫേവറേറ്റ് ചെയ്ത ഈ ടൂൾസ് എല്ലാം നമുക്ക് ചാർട്ടിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതിനെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, അപ്പം ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് വ്യൂവിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ട്രേഡിംഗ് വ്യൂവിൻ്റെ അൽഗോയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഇൻഫോം ചെയ്തതാണ്. അതിൻ്റെ ഫർദർ ആയിട്ടുള്ള വീഡിയോ വരും, അത് നിങ്ങൾ ഒന്ന് കാണുക. അതുപോലെ തന്നെ എറർ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും ക്ലിയർ ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഒരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.